ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. വേറെ ഒന്നല്ല, നമ്മുടെ മഷ്റൂമാണ്. ഇന്നലെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കണ്ടപ്പോൾ ജിജു ഏട്ടൻ പറഞ്ഞു കൂണ് എന്തായാലും ഉണ്ടാക്കി തരണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വാങ്ങി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറയാറുള്ള പോലെ എന്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഉള്ളതുകൊണ്ട് അതാണ് ഒരു ധൈര്യം. അങ്ങനെ കുറേ പേരുടെ വീഡിയോസൊക്കെ കണ്ട് ലാസ്റ്റ് നമ്മുടെ ഷമീസ് കിച്ചൺ ഉണ്ടല്ലോ, ഞാൻ കൂടുതൽ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഷമീസ് കിച്ചണിൻ്റെ ഇത് നോക്കിയിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ ഷമീസ് കിച്ചണിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഇപ്പോൾ ഇതൊന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ നമ്മൾ കൂണ് ക്ലീൻ ചെയ്തെടുത്തു. എപ്പോൾ ചെയ്യുമ്പോഴും ഏറ്റവും വലിയ ടാസ്ക് ഇവരാണ് കേട്ടോ. ഇവനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേത്തുനിന്ന് മാറില്ല. ഇതിപ്പോൾ എൻ്റെ കാര്യം നല്ല ഏതൊരു അമ്മമാരുടെ കാര്യം അങ്ങനെ തന്നെയാണ്. ചെറിയ പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം കാണാനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സബോള ഉണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് വാട്ടി കൊടുക്കുക കേട്ടോ. അതായത് നന്നായിട്ട് അങ്ങോട്ട് വാടണം. ഒരു കളർ മാറുന്ന സമയം ഉണ്ടല്ലോ, ആ സമയമാകുമ്പോൾ നമ്മുടെ കുറച്ച് തക്കാളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അത് നല്ലോണം എന്താ പറയുക മിക്സായി നല്ലോണം വാടി കഴിയുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇത്ര ഐറ്റംസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം വാടി കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ മഷ്റൂം ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങാതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയെന്ന്. ആ വെള്ളം ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ കൂണിന് അധികം എന്താ പറയുക ടൈം വേവിക്കേണ്ടതില്ല. പിന്നെ പതുക്കെ ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഉടങ്ങി പോകുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ വേവിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുക ഒരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങി കേട്ടോ, ഈ മസാലപ്പൊടികളുടെ എല്ലാത്തിൻ്റെ. അതുപോലെ തന്നെ എനിക്ക് മെയിനായിട്ട് തോന്നിയത് നമ്മുടെ കൂന്തലുണ്ടല്ലോ, കൂന്തൽ മീൻ വെക്കുമ്പോഴുള്ളൊരു സ്മെല്ലാണ് കേട്ടോ എനിക്ക് വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂന്തൽ. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബൈ.